ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വാം വെൽക്കം. ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ ചെയ്ത സപ്പോർട്ടിനെല്ലാം 1000 നന്ദി. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ ഡിഷാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് പുതിയതെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മോന് ഹൈദരാബാദിലുണ്ടായിരുന്നു. അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് അവിടെ ഭയങ്കര ഒരു ഹോട്ടലുണ്ട്, ഫേമസ് ഹോട്ടലുണ്ട്, റെസ്റ്റോറൻറ്റ്, ബാവറാച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടർ കഴിച്ചു. പേര് ചിക്കൻ സാട്ടെ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതിൻ്റെ റെസിപ്പി ഇങ്ങനെ സെർച്ച് ചെയ്ത് അപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ വിചാരിച്ചു അത് നിങ്ങളുടെ മുമ്പിൽ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ സാട്ടെ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് എൻകറേജ് ചെയ്യുക, കമൻസ് ഇടുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതെല്ലാം ചെയ്യുമെന്ന് വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? ഇതിന് വേണ്ടത് ഒരു മുട്ട, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കബാബ് മസാല അല്ലെങ്കിൽ തന്തൂരി മസാല, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മതി. കുറച്ച് ചാട്ട് മസാല, പിന്നെ കുറച്ച് കോൺഫ്ലോർ, പിന്നെ കുറച്ച് മൈദ, പിന്നെ കുറച്ച് ഒറിഗാനോ, കുറച്ച് സോയാ സോസ്, കുറച്ച് വിനിഗർ, പിന്നെ കുറച്ച് ക്രഷ് ചെയ്ത പെപ്പർ, കുരുമുളക്, പിന്നെ ബോൺലെസ് ചിക്കന് ഇതാ ഇങ്ങനെ മുറിക്കണം, നീളത്തിൽ കണ്ട, ഇങ്ങനെ നീളത്തിൽ മുറിക്കണം. ഞാൻ പിന്നെ ഇതാ കുറച്ച് നീളാക്കിയിട്ട് മുറിക്കണം. പിന്നെ സോൾട്ട്, പിന്നെ നമ്മളെ സാട്ടേൻ്റെ സ്റ്റിക്ക്. ഇത് നമുക്ക് മാർക്കറ്റിലെല്ലാം കബാബ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും, എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? ഇത് ഞാനില്ലേ മുട്ടയും പിന്നെ കുരുമുളകും, ക്രഷ് ചെയ്ത കുരുമുളകും. എന്താ വെച്ചാൽ എനിക്കിത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് മുട്ട ഉടച്ചൊഴിക്കലും പിന്നെ പെപ്പർ ക്രഷ് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരത്തെ അത് നിങ്ങളെ മുമ്പിൽ നിന്ന് ചെയ്യാണ്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് ഇനി മൈദ, കുറച്ച് മൈദ. ഓക്കെ, കുറച്ച് കോൺഫ്ലവർ, ഓക്കെ, പിന്നെ മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കബാബിൻ്റെ മസാല, പിന്നെ കുറച്ച് ചാട്ട് മസാല,
കുറച്ച് ഒറിഗാനോ ഉണ്ട്, ഒറിഗാനോ. പിന്നെ കുറച്ച് സോയാ സോസ്. കുറച്ച് വിനിഗർ. പിന്നെ സോൾട്ട്, ഉപ്പ്. ഉപ്പ്. പിന്നെ ഇതാ ബോൺലെസ് ചിക്കനും. ഇതിനെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം. നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ഓക്കെ, ഇത് കണ്ടേ, നമ്മൾ ഇങ്ങനെ ആയിപ്പോയില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട്. ഞങ്ങൾ ഇത്ര വെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളൂ. നന്നാ വെള്ളമാക്കരുത്. എന്താ ഈ വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് ഈ കൺസിസ്റ്റൻസിയിൽ ചെയ്യാൻ. എന്നിട്ട് ഈ ചിക്കനെല്ലാം ഈ ചിക്കൻ അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിക്കിൽ ഇതിനെ പിന്നെ ഇതിനൊന്ന് എടുത്തെടുത്തിട്ട് പിന്നെ ഇതാ ഈ സ്റ്റിക്കില്ലേ, ഈ സ്റ്റിക്ക് എടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സ്റ്റിക്ക് എടുത്തിട്ട് ഈ നീളത്തിലുള്ള ഈ ചിക്കന് നമ്മൾ എന്നിട്ട് അടുത്തത് ഇതിൽ ഫുള്ള് ഈ സ്റ്റിക്ക് ഫുള്ള് ആയിക്കോട്ടെ. സ്മോൾ പീസെല്ലാം ഉണ്ടെങ്കിൽ എഡ്ജിൽ സ്മോൾ പീസ് കൊടുത്താൽ മതി. അപ്പോൾ ഫില്ലായിക്കോ. ഓക്കെ, കണ്ട ഇതാ ഇവിടെ വെക്കാം. ഇനി അതേപോലെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അടുത്തത്
ഇതിങ്ങനെ നീളത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യണേ. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പിൻ ചെയ്യുന്നത് നീളത്തിൽ തന്നെ ആയിരിക്കണം. കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഇനി ഈ മസാലയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെല്ലാം ഇട്ട് കൊടുത്തേക്കാം ഈ പാത്രത്തിലേക്ക് തന്നെ. എന്നിട്ട് ഇതെന്ത് ചെയ്യണോ, പിന്നെ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രം എടുത്തത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഇനി അടുത്ത സ്റ്റേജ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിനി ഷാലോ ഫ്രൈ ചെയ്യല്ലേ, അത് ഞാൻ കാണിക്കാം. ഓക്കെ, ഈ മസാലയെല്ലാം ഇനി നല്ലോണം പിടിച്ചോളൂ. ഇങ്ങനെ ഓരോ സ്റ്റിക്ക് ഞാനിങ്ങനെ ഒരു മൂടിയിട്ട് ഇനി ഇതിനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. അത് അരമണിക്കൂർ, 1 മണിക്കൂർ, അത് നിങ്ങൾ എത്ര വേണമെങ്കിലും വെക്കാം. നിങ്ങൾക്ക് ഒരു ഗ്രിൽ പാന് അടുപ്പത്ത് വെക്കാൻ. എന്നിട്ട് പിന്നെ ഇനി ഗ്രിൽ പാൻ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ സാധാരണ ഫ്രൈ പാനില്ലേ, അതന്നെ മതി, അതായാലും മതി. ഇതാവുമ്പം പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് ഗ്രിൽ പാന് എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. പിന്നെ ഷാലോ ഫ്രൈ ആണ്, ഓയിൽ അധികം വേണ്ട, കുറച്ച് നമ്മൾ പൊരിക്കുന്ന ഇതിനെല്ലാം കണക്കായിട്ട് ഉള്ള ഓയിൽ അത്രേ വേണ്ടു. ഓക്കെ, അങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ കൊടുക്കും. നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം. ആക്ച്വലി ഇതിന് സ്പൂണ് വേണമെന്നില്ല. ഞാനിങ്ങനെ എടുത്തിട്ട് തിരിച്ചിടാവുന്നതേ ഉള്ളൂ. ഉണ്ടാ എല്ലാം തിരിച്ചിട്ട്. ആക്ച്വലി ഇതിന് സ്പൂണ് വേണമെന്നില്ല. കണ്ട പൊരിയുന്നുണ്ട്. ഓക്കെ, നമ്മളെ ഇത് കണ്ട ഫ്രൈ ആയിട്ട് ഇപ്പോൾ നല്ല വൃത്തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനില്ലേ ഒരു നല്ല സോസ് ഉണ്ടാക്കണം. അപ്പോഴാണ് ഇത് സാട്ടെ ശരിയായതാവുക. ഇതിന് പിന്നെ ബട്ടറും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം പിന്നെ ഇതിപ്പോൾ ഈ ഓയിൽ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് മാറ്റിയിട്ട് ഞാൻ ഈ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ മുഴുവനും എടുക്കില്ല, കുറച്ച് മാറ്റി വെക്കും. ഓക്കെ, ഞാൻ ഒന്ന് അത് ചെയ്യട്ടെ. കണ്ട, ഞാൻ കുറച്ച് ഓയിൽ മാറ്റിയിട്ട് കുറച്ച് ഓയിൽ എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക് നമ്മൾ ആഡ് ചെയ്തു. ഇനി കുറച്ച് ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത് ഷെഷ്വാൻ്റെ ചട്നിയും കൂടി ആഡ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ്. റെഡ് ചില്ലി സോസ്, പിന്നെ കുറച്ച് സോയാ സോസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് ജാസ്തി, മറ്റേ സോസിനെല്ലാം അപേക്ഷിച്ചിട്ട് കുറച്ച്
ಜಾಸ್ತಿ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും. ഇത് ശരിക്കും ഇതിനകത്ത് ഇങ്ങനെ കിടന്നിട്ട് ഒന്ന് വെന്തോട്ട് ഒന്ന് ആവണം ശരിക്കും. അന്നേരം നമ്മളെ വെള്ള എള്ള് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇത് ഒരു കൈ കൊണ്ട് തന്നെ ക്യാമറയും പിടിക്കണം, ഫോണും പിടിക്കണം, ഒരു കൈ കൊണ്ട് തന്നെ സാധനങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ് അതൊന്നും അങ്ങനെ ഇനി ഇതിലേക്ക് നമ്മൾ ഈ സാറ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. സ്ലോ ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അതാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. വേണ്ട, ഇത് നല്ലൊരു സ്റ്റാർട്ടറാണ്. പിന്നെ നമ്മൾ സൂപ്പ്, ഇപ്പോൾ ഗസ്റ്റെല്ലാം വന്നാൽ നമ്മൾ സൂപ്പെല്ലാം ഉണ്ടാക്കൂലേ. ഇപ്പോൾ ഫസ്റ്റ് സെർവ് ചെയ്യാൻ സൂപ്പല്ലേ, സൂപ്പും പിന്നെ അതിൻ്റെ കൂടെ സ്റ്റാർട്ടർ കൊടുക്കാനെല്ലാം നല്ലതാണ്. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ കബാബാണ് ഉണ്ടാക്കാറ്. ഇതിപ്പോൾ സാട്ടെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലിടണം എങ്ങനെയല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ, ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ എന്നെ അറിയിക്കണം. ഓക്കെ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് എൻകറേജ് ചെയ്യണം. ഓക്കെ, ബൈ. ഇതാണ് ഫൈനൽ ലുക്ക് നമ്മളെ ചിക്കൻ സാട്ടെ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്.